എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ളത് കിഡിലൻ ഐറ്റാണ്. കിഡിലൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും ഇത് വേണ്ട എന്ന് പറയത്തില്ല. അപ്പൊ ഇത് എസ്പെഷ്യലി ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാട്ടോ. കാരണം അതിനകത്ത് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് ഇല്ലാതെ ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സായെങ്കിൽ മാത്രമല്ലേ നമുക്ക് മിൽക്ക് ആഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ഏത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇത് എനിക്ക് പറഞ്ഞു തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ നെയ്ബർ സക്കീനയാട്ടോ. അപ്പൊ അവർക്ക് ആദ്യം ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. കാരണം അവളിങ്ങനെ ഓരോ ദിവസം എന്താണ് പുതിയ റെസിപ്പി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഡെയിലി സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് അവൾ ഓരോന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് അവൾ എനിക്ക് പറഞ്ഞു തരും. അങ്ങനെയാണ്, അങ്ങനെ ഒരു അമ്മയാണ് അവൾ. അപ്പം അവൾ പറഞ്ഞു തരുന്നതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇത് അവൾ എനിക്ക് പറഞ്ഞു തന്നതാണ്, ഞാനത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. നല്ല ഹെൽത്തിയാണ്. കാരണം അത് നമ്മൾ ബദാം ആഡ് ചെയ്യുന്നുണ്ട്, നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്, അത് ഗീ ആഡ് ചെയ്യുന്നുണ്ട്, മിൽക്ക് ഉണ്ട്, റൈസ് ഉണ്ട്, കുങ്കുമപ്പൂ ആഡ് ചെയ്യുന്നുണ്ട്. കുങ്കുമപ്പൂ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ചേർത്താലും നല്ലത്. കാരണം ഒരു ഡപ്പി കുങ്കുമപ്പൂ ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ 2-3 അല്ലികളല്ലേ എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും. നമ്മൾ മുതിർന്നവർക്ക് കഴിക്കാം. ഒരിപ്പോ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ, പാല് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് ഈ രീതിയിൽ കൊടുക്കാം. ചോറ് കഴിക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ അത് ഈ രീതിയിൽ കൊടുക്കാം. അപ്പൊ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ റൈസും ചെന്നു, ഒരു നേരത്തെ മീല് പോലെ നമുക്കിത് കൊടുക്കുകയും ചെയ്യാം. അടിപൊളി പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അല്ലെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ പേര് അറിയത്തില്ലെങ്കിൽ, ഞാൻ ജോസ്മി, നമ്മുടെ ഈ ചാനലിന്റെ പേര് മദർഹുഡ് എന്നാണ്. നമ്മുടെ കൊച്ചു ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റൈസ് പുഡിംഗ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒത്തിരി നല്ലതാണ്. കാരണം ഇതിനകത്ത് പല സാധനങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഇത് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇതിനകത്ത് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മിൽക്ക് ഒഴിവാക്കി ഇത് ചെയ്യാനും ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ. പിന്നെ അത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തേന്ന് പറയുന്ന റൈസാണ്. റൈസ് പുഡിംഗ് ആണല്ലോ, അപ്പോൾ റൈസാണ്. അപ്പോൾ ഇത് ബസ്മതി റൈസ് ആണ്. ഇത് ഞാൻ രാവിലെ സോക്ക് ചെയ്തിട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏകദേശം 4 മണിക്കൂർ ഇടണമെന്നൊന്നുമില്ല, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 അവർ ഒക്കെ ഇട്ടാലും മതി. ജസ്റ്റ് ഒന്ന് സോക്കായാൽ മതി. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്, നമ്മളിത് മിക്സിയിലിട്ടിട്ട്. അപ്പം റൈസ് ഒന്നാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആൽമണ്ട്, അത് നമ്മുടെ ബദാം. ഇത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൻ്റെ ഇതിൻ്റെ ഈ ഒരു മുകളിലത്തെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് ഞാൻ പൊടിച്ചെടുക്കും. മിക്സിയിലിട്ടല്ല, നമ്മുടെ കല്ലിനകത്തിട്ടിട്ട് ഇടിച്ച് ഞാൻ എടുക്കും. അപ്പോൾ ഇതിപ്പം ജാം മുതിർന്ന ആയതുകൊണ്ട് കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ തീരെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നായി മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചോളുക. അല്ല നല്ല പോലെ നൈസായിട്ട് ഇത് പൊടിച്ചെടുക്കേണ്ടി വരും, തീരെ കുഞ്ഞുമക്കളാണെങ്കിൽ. ഇപ്പോൾ ജാൻ്റെ കാര്യത്തിലാണ് പറഞ്ഞാൽ അധികം ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്, ഫ്രഷ് മിൽക്കാണ്. ഇതാ മിൽക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അരിയുടെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു കപ്പ് ഉണ്ടോ, ഇങ്ങനെ കപ്പ് ഉണ്ടോ, ഈ ഒരു കപ്പിൻ്റെ ഈ ഒരു ഹാഫാണ് ഞാൻ അരി എടുത്തത് കേട്ടോ. ഇത് നിറച്ചു പോലും എടുത്തിട്ടില്ല, ഇതിൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഷുഗറാണ്. ഞാൻ ഈ ഒരു സംഭവം ഇന്ന് ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ മതി. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എൻ്റെ നെയ്ബർ സക്കീന എന്ന് പറയുന്ന അവൾ എനിക്ക് ഉണ്ടാക്കി തരുക ചെയ്തു. അപ്പോൾ ഉണ്ടാക്കി ജാനൊക്കെ കൊടുത്തപ്പോൾ ജാന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മധുരമുള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുമല്ലോ. അപ്പം ഞാനിപ്പം ഷുഗറിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ വല്ലപ്പോഴും ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ചേർക്കുന്നത്. ഇല്ല നമുക്കിനകത്ത് ഹണിയാണെങ്കിൽ ഹണി ചേർത്താലും മതി, അതിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ. പക്ഷെ ഇന്നിപ്പോൾ ഞാനിത് ഷുഗർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുങ്കുമപ്പൂവും കൂടെ നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതാണ്. നമ്മൾ ഗർഭിണികളായിരിക്കുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി എപ്പോഴും ഒന്നും കുങ്കുമപ്പൂ കഴിക്കേണ്ട കാര്യമില്ല, വല്ലപ്പോഴും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് കുങ്കുമപ്പൂവിൻ്റെ ഒരു അല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിക്കും നമ്മൾ അടിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ മിൽക്കിൽ ഒരു 2-3 അല്ലി ഇടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ അല്ലി എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് ഇതിൻ്റെ അല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 2-3 മാത്രമേ നമ്മൾ ഇടേണ്ട കാര്യമേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ കുങ്കുമപ്പൂ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ്, നമുക്ക് ആദ്യം വേണ്ടത് പാല് തിളപ്പിക്കാം. പാല് നമുക്ക് അടുപ്പിൽ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. നമ്മൾ പാത്രം അടുപ്പേ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ പാലൊഴിക്കുവാണ്. പാകത്തിനുള്ള കുറച്ച് പാലം ഒഴിച്ചോളുക.
അത് വേവാനുള്ള ഞാൻ ഇത്രയും പാലെടുത്തു. പാലെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കും. കാരണം നമ്മൾ തിളയ്ക്കുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ വേറെ പാല് വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇതാ കുറച്ച് വെള്ളം അങ്ങ് വറ്റിക്കോട്ടെ വേണമെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. ഇത് നമുക്ക് തീ കൊടുത്തിട്ട് ഇത് അവിടെ നിന്ന് കത്തിക്കോ, തിളയ്ക്കാൻ തുടങ്ങിക്കോട്ടെ. തിളച്ചിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇതിന് ഞാൻ തീ കൊടുത്തു. ഒരു പാത്രം, ചെറിയ പാത്രത്തോട് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചാൽ, ഇനി നമ്മൾ അരിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതായി നമ്മൾ ഈ അരി എടുത്തിട്ട് നമ്മൾ ഒരു മിക്സിയിലെ ജാർ എടുക്കുന്നു. ജാർ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കംപ്ലീറ്റ് അരി നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് അതിന് പാകത്തിന് ഒരിച്ചിരി വെള്ളവും കൂടെ, കുറച്ച് വെള്ളം, അധികം വേണ്ട, കുറച്ച് വെള്ളം മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് അരഞ്ഞ് കിട്ടാൻ പാകത്തിനുള്ള വെള്ളമേ നമുക്ക് വേണ്ടുള്ളൂ. ഇതാ ഈ ഒരു പാകത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കിത് ഒരുപാട് അരയുകയും ചെയ്യരുത്. കുറച്ച് ഇങ്ങനെ, അതായത് ഒന്ന് അരയാൻ പാകത്തിന് ഇത് അരയാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം ഇത് പരുവാന്നുള്ളൂ. ഞാനിപ്പോൾ അരച്ചുകൊണ്ട് വരാം. ഇത് അരച്ച് വന്നിട്ടുണ്ട്. അരച്ച് വന്നിട്ടെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇങ്ങനെ തരിയായിട്ട്, ഇത്രയും തരിയായിട്ട് ഇത് അരഞ്ഞാൽ മതി. ഇത് നമുക്ക് അതിനകത്ത് കിടന്ന് വേവണം. തീരെ കുഞ്ഞു മക്കളാണെങ്കിൽ നിങ്ങൾ കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചോ, കുഴപ്പമില്ല. ഞാനിത് കുറച്ച് മുതിർന്നായതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത്. ഇപ്പം നമ്മളിനി പാല് തിളയ്ക്കുമ്പം നമ്മൾ ഈ അരി എടുത്തിട്ട് നമ്മൾ പാലിനകത്തോട്ട് ഇടണം. നമ്മുടെ പാല് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചേക്കുവാണ്. അപ്പം ഇനി തിളച്ചല്ലോ, ആ തിളച്ചതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇടുക. റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ തേനാണ് ചേർക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തേൻ നമുക്ക് ചേർക്കാം. പക്ഷേ അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത്. ഇതെല്ലാം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മളിതെല്ലാം ആയിക്കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ കഴിക്കാൻ നേരം ആകുമ്പോഴത്തേക്കും മധുരത്തിന് ഇച്ചിരി തേൻ ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ 2 സ്പൂൺ ഞാൻ ഇട്ടു. മധുരം ആയോ നോക്കട്ടെ. ഇത് അതിനകത്ത് കിടന്ന് വേവണം. ഒത്തിരി മധുരമില്ല, എന്നാലും പാകത്തിന് മധുരമുണ്ട്. ഒത്തിരി മധുരം വേണ്ട, ഒരുപാട് മധുരം കുട്ടികൾക്ക് കൊടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബദാം നമ്മൾ പൊടിച്ചെടുക്കുക. ബദാമും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഇത് ആയിക്കോളും. ചെറുതായിട്ട് ഞാൻ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബദാം പൊടിക്കാൻ പോവാം. നമ്മുടെ ബദാം പൊടിക്കാൻ പോവാണത്. ഞാനിങ്ങനെ ഒരു സാധനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ബദാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് നമ്മളിങ്ങനെ സോക്ക് ചെയ്യാൻ വിട്ടത് കൊണ്ട് ഇതിൻ്റെ സ്കിന്ന് നമ്മളിങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്താൽ ഇത് പൊളിഞ്ഞു വരും. കണ്ടോ, പൊളിഞ്ഞു വരുന്നുണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം ചെയ്യാം. ഞാനിത് പൊടിച്ചിട്ട് ഞാനൊന്ന് ഇടിക്കാൻ തുടങ്ങി കേട്ടോ. നമ്മളിതിങ്ങനെ ഇടിച്ച് സൂക്ഷിച്ചിടിക്കുക. കാരണം വെച്ചാൽ ഇത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി പൊടിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം കുറച്ച് ഇപ്പം 2.5 വയസ്സായല്ലോ. 2.5 വയസ്സായതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് തരിയൊക്കെ ചെന്നാലും അവന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ കുഞ്ഞുങ്ങളാണ്, 1 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് മിക്സിയിൽ തന്നെ ഇട്ട് പൊടിക്കണം കേട്ടോ. കാരണം ഒട്ടും തരി വരരുത്, കുഞ്ഞുങ്ങളെ തൊണ്ടേക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇടിക്കുക. ഇപ്പോൾ ഇത് പൊടിഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ പാകത്തിനുള്ളത്, ഇപ്പോൾ ജാന് കൊടുക്കേണ്ട പാകത്തിനുള്ളത് പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്രഷായിട്ട്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഇനി മിൽക്കിനകത്തോട് ഇടണം. ഇനി നമുക്ക് മിൽക്കിനകത്തോട് ഇടാം. നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഫ്ലെയിം അധികമായി പോകരുത്. എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ പാല് കുറച്ചങ്ങ് തിളച്ചു പോയി. അപ്പം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അതിനകത്തിട്ട് നന്നായി വെന്തോട്ടെ. അപ്പം നമ്മളിതാ ഇതിനകത്തോട്ട് എന്ത് ചേർക്കാൻ പോകുന്നു, നമ്മുടെ ഡേറ്റ്സ് പിന്നെ നമ്മുടെ ആൽമണ്ട് അരച്ചത്, ബദാം അരച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ 2 ഡേറ്റ്സ് കുതിർത്തത് ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഞാനിപ്പോൾ ഇടുന്നില്ല, എല്ലാം കൂടി ആകുമ്പോൾ ഒത്തിരി മധുരമായി പോവും. ഇത് അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. ഇനി ഇതായി കഴിയുമ്പം ഇതിനകത്ത് വെള്ളം വല്ലാതെ കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ.
ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ പാലിൻ്റെ കുറച്ച് അരിവെള്ളത്തിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഞാനങ്ങ് ഒഴിച്ചു. നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ വല്ലാതെ കുറുകിപ്പോവും. ഇത് അവസാനം നമുക്ക് കുറുകി വരണം, കാരണം പക്ഷെ നമുക്ക് വേവുന്നതിന് മുമ്പേ ഇത് കുറുകിപ്പോവും, അതാണ് കുഴപ്പം. സാധാരണ വെന്തു. ഇത് നന്നായിട്ട് ഇങ്ങനെ ആവട്ടെ, ഒന്ന് തിളക്കട്ടെ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി ഇടാനുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യുടെ കാര്യത്തിൽ ഹോം മെയ്ഡ് നെയ്യേ ചേർക്കാവുള്ളൂ. ഗീ ഹോം മെയ്ഡ് നെയ്യ് ചേർക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അവർക്ക് ഹെൽത്തി ആയിരിക്കും, വെയിറ്റിനും ഒക്കെ. ഒരു ഇത്രയും നെയ്യേ ഞാൻ ചേർക്കുന്നുള്ളൂ, ഇത് നമുക്ക് ആവശ്യമുള്ളൂ. നെയ്യും കൂടെ ചേർത്തു, നെയ്യും കൂടെ അതിനകത്തിരുന്ന് ആയിക്കോളൂ. അപ്പോൾ എന്തൊക്കെ സാധനമായി ഇതിനകത്ത്? റൈസ് ഞാൻ പറയുന്നു ബസ്മതി റൈസ് ആട്ടോ. നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്ന പച്ചരിയൊന്നും എടുക്കരുത്, ഇങ്ങനത്തെ ബസ്മതി റൈസ് എടുക്കുക. പിന്നെ അതിനകത്ത് മിൽക്കായി, ബദാമായി, പിന്നെ നെയ്യിട്ടു. ഇനി ഡേറ്റ്സ് ഇടുന്നതൊക്കെ ഡേറ്റ്സ് ഇടാം. ഇനി ഇതിനൊപ്പം വല്ല ഫ്രൂട്ട്സ് ഇടണമെങ്കിൽ ഫ്രൂട്ട്സ് ഇടാം. പക്ഷേ ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് പുഡിങ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റൈസ് പുഡിങ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കുങ്കുമപ്പൂവ് ഇടും, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ, ഇത് വേവട്ടെ. നമ്മുടെ പുഡിങ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കുകയാണ്, അതായത് നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഈ കുങ്കുമപ്പൂവിൻ്റെ ഈ നാര് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ ഒരു തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ അതിനകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക അതിൻ്റെ നാര് അതിനകത്തോട്ട് പോകത്തില്ലേ എന്നുള്ളത്. നാര് നമ്മൾ കഴിക്കാൻ നേരത്ത് നമ്മുടെ കൈ കിട്ടുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. കാരണം വെച്ചാൽ പിള്ളേർ ജോൻ തന്നെ കണ്ടുപിടിക്കും ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്ര ഇട്ടേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം, ഈ നാര് നമ്മൾ കഴിക്കരുത് എന്ന് പറയുന്ന വേറെ ദോഷം ഉണ്ടായതൊന്നുമല്ല. കാരണം ഈ നമ്മൾ പാലിനകത്ത് ഇട്ടിട്ട് തിളച്ച് നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിനകത്ത് ഇട്ട് തിളച്ചിട്ട് കഴിക്കുമ്പോഴോ ഇതിൻ്റെ സത്തെല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങും. പിന്നെ ആ നാര് എന്ന് പറയുന്നത്, അതിൻ്റെ അല്ലി എന്ന് പറയുന്നത് ശരിക്കും വേസ്റ്റാണ്. അതിനകത്തൊന്നുമില്ല, അതിനകത്ത് ഗുണമായിട്ടൊന്നുമില്ല. സത്തെല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഇത് ഇങ്ങനെ ഇതിനകത്തോട്ട് തിളച്ച് ഇതിപ്പോൾ ഒരു യെല്ലോ കളറായിട്ട് ഇതങ്ങ് സ്പ്രെഡാവും. ഈ കുങ്കുമപ്പൂവിൻ്റെ അല്ലിയിൽ നിന്ന് അതിൻ്റെ സത്ത് ഇറങ്ങുമ്പോൾ ഒരു യെല്ലോയാണോ ഓറഞ്ചാണോ കളറിൽ അങ്ങോട്ടേക്ക് സ്പ്രെഡാവും. അപ്പോൾ നമുക്കൊരു ഇത്രയും അല്ലി ഇട്ടാൽ മതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ഒത്തിരി ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലിടാം. ഇതിപ്പോൾ ഞാൻ ശരിക്കും കൂടുതലാട്ടോ. ഒരു കൊച്ചിനെ കൊടുക്കണമെങ്കിൽ 1/2 ഗ്ലാസ് അരിയൊന്നും വേണ്ട നമുക്ക്. ശരിക്കും ഒരാൾക്ക് 1/4 ഗ്ലാസ് പോലും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ നോക്കിയാൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് ഒത്തിരി ആയിപ്പോയി. ഈ ഒരു പാത്രം നിറച്ചു ആയിപ്പോയി. ഇത് ശരിക്കും ഇതിന് ആരൊക്കെ കഴിക്കണം? എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല ഞാൻ. ഇനിയിപ്പോൾ ഈ ജാനും കൂടെ കഴിച്ചു തീർക്കേണ്ടി വരും. ഇത് ഒരുപാടായിപ്പോയി. നമ്മൾക്ക് പാകത്തിനുള്ള ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ അത്രയും ഒരു ചെറിയ ഗ്ലാസ്സാണ്, ഒത്തിരി വലിയ ഗ്ലാസ്സും അല്ല. ഇതോട്ടെ നിങ്ങൾ കണ്ടോ, ഒരു യെല്ലോ കളറ്, കണ്ടോ ഇതിനകത്ത് ചാടിപ്പോന്നു. അതാണ് അതിൻ്റെ സത്തിറങ്ങിയത് കേട്ടോ. സത്തിറങ്ങുന്നത് കണ്ടോ, ഈ സൈഡിൽ കൂടെ ഒക്കെ യെല്ലോ വരുന്നത് കണ്ടോ. അതിൽ നിന്ന് അതിൻ്റെ സത്തിറങ്ങുന്ന കളറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സൈഡിൽ കണ്ടോ, ഇവിടെ നിന്നൊക്കെ എല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇവിടുന്ന് എല്ലാം പൊട്ടി വരുന്നുണ്ട്. അതാണ് കുങ്കുമപ്പൂവിൻ്റെ സത്തിറങ്ങുന്നത്. ഇത് ഇറങ്ങി നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കയ്യിൽ ഇത് കിട്ടും. അല്ലെ ചിലപ്പോൾ അതിനകത്ത് തന്നെ അലിഞ്ഞു പോകും. ശരിക്കും അലിഞ്ഞു പോകത്തില്ല. അലിഞ്ഞു പോവുകയാണെങ്കിൽ അലിഞ്ഞു പോകുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം തിളയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഫാക്കാൻ നേരത്ത് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംഭവം കേട്ടോ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കൊടുക്കുക. അവർ നന്നായി കഴിച്ച് വളരട്ടെ നമ്മുടെ മക്കൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ റൈസ് പുഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ അമ്മമാർക്കും തന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിലേ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ. ഇപ്പോൾ ചോറ് കഴിക്കാൻ മഴയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം, ഇത് കുറുക്ക് പോലെ ആക്കിയിട്ട് കുറുക്കിന് പകരമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. 1 വയസ്സ് കഴിഞ്ഞുള്ള മക്കൾക്കൊക്കെ ആണെങ്കിലേ കൊടുക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.